എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയാണ് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ആരാണ് കക്ക റോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തത്? അവരൊക്കെ ഒന്ന് കൈപ്പൊക്കിക്കേ. ഞാൻ കുറേ നാളുകളെ വിചാരിക്കുന്നു കക്ക റോസ്റ്റ് കാണിച്ചു തരുന്നത്. പക്ഷേ ദുബായിൽ ഞാൻ കക്ക വാങ്ങിക്കാറില്ല. അപ്പോൾ നിങ്ങളോട് ഒരുപാട് പേരോട് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട് ഞാൻ കക്ക റോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ പ്രോമിസ് പാലിച്ചിരിക്കുകയാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് നാടൻ രീതിയിൽ കക്ക റോസ്റ്റ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതേ നമുക്ക് കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുൻപ് കക്ക ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന കാരണം അജയ് ചേച്ചിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഉള്ളിൽ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചെളി എടുത്ത് കളയണം. കക്ക എടുക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് മാത്രം മതി. അപ്പം അതിനുള്ളിൽ ചെളി ഇങ്ങനെ തന്നെ പോകുന്നുള്ളൂ. കുട്ടാടനോട് ചെയ്യുന്നുണ്ട് കേട്ടോ. കക്ക എടുക്കുക, ബ്ലാക്ക് ഷെയ്ഡ് കാണാൻ നിങ്ങൾക്ക് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. അതങ്ങ് എടുത്ത് പ്രസ് ചെയ്ത് കളഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. ചിലവർ ഈർക്കിൽ വെച്ച് ചെയ്യും, ചിലർ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യാറുണ്ടല്ലേ ചേച്ചി? അതിന്റെ ആവശ്യമൊന്നുമില്ല. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതങ്ങ് പോരും. അതില്ലാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊക്കെ പ്രശ്നങ്ങൾ വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കുക. അത് കളഞ്ഞിട്ട് മാത്രം ചെയ്യാം. ഇതാണ് ക്ലീൻ ചെയ്തിട്ടുള്ള രൂപം. പിന്നെ അതിനുശേഷം നന്നായിട്ട് ഞാൻ വിനീഗറും ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം. അതിന് ശേഷം മാത്രം നമ്മൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ക്ലീൻ ചെയ്യട്ടെ. ഇപ്പോൾ ഒരു 1/4 കിലോൻ്റെ അളവാണ് കാണിക്കാൻ പോകുന്നത്. കാരണം അല്ലെങ്കിൽ കുറേ നേരം പിടിക്കും ഇത് ക്ലീൻ ചെയ്ത് വരാൻ. അപ്പോൾ ഇതാ കുട്ടാട്ടനും സരോജിനേച്ചിയും കൂടി നന്നായി ക്ലീൻ ചെയ്ത് പിന്നെ അതിന് ശേഷം കുറേ പ്രാവശ്യം വാഷ് ചെയ്തു. പിന്നെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം 2 ടേബിൾ സ്പൂൺ വിനീഗറും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതിൽ സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം വീണ്ടും വാഷ് ചെയ്തു. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന കക്കയാണിത്. വാഷ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ മനസ്സിൽ പിടിക്കുന്നവർ ചെയ്യുക. ഞാനൊക്കെ അങ്ങനെ ചെയ്യാറ്. ഞാൻ കഴിക്കില്ലെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനം കുറച്ച് നല്ല നീറ്റായിട്ട് ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയാണിത്. 250 ഗ്രാം വെയിറ്റ് കേട്ടോ. ഒരു ചെറിയ അളവിലേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് കുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് കക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നല്ലോണം കുക്കിംഗ് ടൈം ആവശ്യമുള്ള സംഭവമാണ് കക്ക. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 6 മുതൽ 8 വരെ വിസിൽ വേണം. ഇപ്പോൾ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ റബ്ബർ പോലെ ഇതിങ്ങനെ കിടക്കും, ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 6 വിസിൽ മതിയാവും. 6 വിസിൽ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടിട്ട് ഇതിലത്തെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓക്കെ, മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത്. അപ്പം നമ്മുടെ കക്ക 6 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിനുശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമുക്കൊരു കടായി വയ്ക്കാം. നമുക്ക് കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കക്ക റോസ്റ്റ് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ നാടൻ വെളുത്തുള്ളിയാണ്. ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചതും അതുപോലെ തന്നെ ഒരു 10 കുരുമുളക് ചതച്ചതും കൂടിയിട്ടാണ്. പെരുംജീരകത്തിൻ്റെ ആ ഫ്ലേവർ വരുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മുടെ കക്ക റോസ്റ്റിന്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ ഒരു ചെറിയുള്ളി 30 എണ്ണം ജസ്റ്റ് ഒന്ന് കീറിയത് 2 കഷ്ണാക്കി ചെറിയുള്ളി കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ നൈസാക്കി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സവാള ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയുള്ളി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പകരം 2 സവാള ചെറിയ സ്ലൈസസ് ആക്കി കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കക്ക ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒരു അല്പം ഉപ്പ് ഇടുന്നുള്ളൂ ഈ ചെറിയുള്ളിയിലേക്ക് മാത്രമായിട്ട്. ചെറിയുള്ളി നമ്മൾ വഴറ്റി വരുമ്പോൾ അത് വളരെ നൈസായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പകുതിയായിട്ട് മുറിച്ചിട്ടേക്കുന്നത്. പിന്നെ നമുക്ക് 1/4 കിലോ കക്കയല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മാത്രം മതിയാകും. അതേസമയം കൂടുതൽ അളവ് ചെയ്യുമ്പോൾ കൂടുതൽ ചെറിയുള്ളി അല്ലെങ്കിൽ കൂടുതൽ സവാള ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കക്കയുടെ റെസിപ്പി എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ദുബായിൽ വാങ്ങിക്കാറേ ഇല്ല, ആരും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ വരുമ്പോൾ ചെയ്യാമെന്ന്. ഇവിടെ പിന്നെ അറ്റ്ലീസ്റ്റ് ഇവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാമല്ലോ നമുക്ക്.
ഈ ചെറിയുള്ളിയൊക്കെ ഇച്ചിരി ഗോൾഡൻ കളർ ആവട്ടെ കേട്ടോ. നന്നായി വഴണ്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ചെറിയുള്ളിയൊക്കെ ചെറിയ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് തീ കുറച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി കക്കയിലിട്ട് വേവിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അല്പം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല മുളക് പൊടിയാണ്. നല്ല മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ. ടീസ്പൂണാണ്, എല്ലാം ചെറിയ സ്പൂണാണ്, വലിയ സ്പൂൺ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഗരം മസാല പൗഡർ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ പിന്നെ ഗരം മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ. പക്ഷേ ഞാൻ എപ്പോഴും വളരെ കുറച്ച് മാത്രമേ ഗരം മസാല ചേർക്കാറുള്ളൂ. അപ്പോൾ എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ ഇടണം, അല്ലെങ്കിൽ ഇട്ട വശം തന്നെ ഈ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അതെപ്പോഴും ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ കുറവ് തോന്നുകയാണെങ്കിൽ അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് നന്നായി മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. കാരണം ഇനി കക്ക ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ മസാലയ്ക്കൊക്കെ എങ്ങനെയുണ്ട് ഞാൻ നോക്കട്ടെ. അതിന് ശേഷം ഞാൻ കക്ക ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ശരിയാവില്ല. സംഭവം അടിപൊളിയുണ്ട്. കക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലത്തെ ചാറൊക്കെ ഇതിലിരുന്ന് വറ്റട്ടെ. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കിനും ഈ സമയം കൊണ്ട് ആ മസാലയൊക്കെ കക്കയിൽ പിടിച്ചോളും. പിന്നെ റോസ്റ്റിങ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. കാരണം നന്നായി റോസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയത്ത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് റോസ്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നും കൂടെ അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. കാരണം മസാലയും എല്ലാം കൂടി അങ്ങ് യോജിക്കട്ടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതിൽ അടി പിടിക്കില്ല. എന്നാൽ പോലും വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് കംപ്ലീറ്റ് ഇതിലേക്ക് നന്നായിട്ടങ്ങ് മസാലയൊക്കെ പിടിച്ച് കാണും. ഞാനിതിനിടയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. എന്താണെന്നറിയാമോ? നാളികേരക്കൊത്തും കൂടി ഇടണം, എന്നാലേ കറക്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാമോ, നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നാളികേരക്കൊത്ത് ഇട്ടോളൂ കേട്ടോ. ഞാനിപ്പോൾ വേറെ ചീനച്ചട്ടിയിൽ കുറച്ച് നാളികേരക്കൊത്ത് ഒന്ന് വഴറ്റിയിട്ട് അതിലോട്ട് ചേർക്കാൻ പോവുകയാണേ. അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഞാൻ എന്താ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ഇത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കുക. നാളികേരക്കൊത്ത് നമുക്ക് വളരെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇത്തിരി വീതിയിൽ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ എത്ര വേണോ അതനുസരിച്ച് അളവ് തീരുമാനിക്കുക. എന്നിട്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ചേർക്കുന്നത് കേട്ടോ. ചെറിയൊരു ഗോൾഡൻ കളർ ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആ കറിയിലോട്ട് ഇടാൻ പോവാണേ. എന്നിട്ട് അതിൽ കിടന്നിട്ട് ശരിയായിക്കോളും. അല്ലെങ്കിൽ ചിലപ്പോൾ ഓവറായിട്ട് കരിഞ്ഞു പോയാലേ പണി കിട്ടും. അപ്പോൾ ഇതിലിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ നമ്മുടെ കക്കയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വരട്ടി റോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴാണ് നന്നായിട്ട് അങ്ങ് സമയമെടുത്ത് കക്ക റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരിക. അതല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് മാറും, പക്ഷേ മുഴുവൻ അങ്ങോട്ട് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഇതിലോട്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ മല്ലിപ്പൊടി ഇടാണ്ട് ഉണ്ടാക്കാം കേട്ടോ. മല്ലിപ്പൊടി ഇടാണ്ട് ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ട്. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടാക്കാം. മല്ലിപ്പൊടി ഇടണമെങ്കിൽ തന്നെ കുറച്ച് ഇട്ടാൽ മതി നിങ്ങൾ. കാരണം എനിക്ക് മല്ലിപ്പൊടിന് വലിയ താല്പര്യമില്ല. എൻ്റെ സുഹൃത്തൊന്നുമല്ല മല്ലിപ്പൊടി. അതുകൊണ്ട് ഞാൻ മാക്സിമം മല്ലിപ്പൊടി കുറച്ചിടാറുള്ളൂ. അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയുള്ള പരിപാടി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ടേസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അവസാനം ഒരു തക്കാളി കുരുവൊക്കെ കളഞ്ഞിട്ട് അത് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞിടുക. അതോടുകൂടി നമ്മൾ പരിപാടി കഴിയും. അപ്പോൾ ഇതൊന്നും കൂടെ റോസ്റ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ, കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ കോൺഷ്യസ് ആയ ആൾക്കാർ മാത്രം ചേർക്കാതിരിക്കുക. അതേസമയം വെളിച്ചെണ്ണ ചേർക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ചേർക്കാം. നമ്മുടെ അമ്മമ്മ സ്പെഷ്യൽ ചെമ്മീനില്ലേ, ചെമ്മീൻ റോസ്റ്റില്ലേ, അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴും വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നാളികേരക്കൊത്തും നാടൻ ടേസ്റ്റ് വരാൻ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പോവാണ് ഞാൻ. അത് ജസ്റ്റ് ഒന്നായാൽ മതി, ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ ചേച്ചിമാർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഒരു പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മതി, ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനി ഇരിക്കുമ്പോൾ ഒന്ന് ആ തക്കാളിയൊക്കെ ഒന്നും കൂടെ കുക്കാവുമ്പോൾ അടിപൊളിയായിരിക്കും. ഞാൻ ചേച്ചിക്ക് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് പറയട്ടെ. ചേച്ചി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം കേട്ടോ.
എല്ലാം ഉണ്ട്. തക്കാളിയും കൂടെ കഴിക്കും, ഒരുമിച്ച് കഴിക്കുമ്പോഴേ തക്കാളി അതും കൂടെ ഒരുമിച്ച് കഴിക്കണം. ഇതിപ്പോൾ വെറുതെ തക്കാളി വെച്ച് കാര്യമില്ലേ, കുറച്ചുകൂടി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും മുളകൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാം റെഡിമണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഇതിനേക്കാളും നന്നാവും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അടിപൊളിയായിട്ടുള്ള നാടൻ കക്ക റോസ്റ്റ്. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കടകളിലേക്ക് അടച്ചിരിക്കും. ഞാനിപ്പോൾ കരുവപ്പെടുന്ന പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ കക്ക റോസ്റ്റ് വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ സ്ഥലത്തൊന്നും ഇല്ല, ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് കരുവപ്പെടുന്നതിലുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇവിടേക്കൊന്ന് അന്വേഷിച്ച് വന്നിക്കാം. ഇവിടെ ഉണ്ടോയെന്നറിയില്ല, നോക്കട്ടെ. എത്ര വില നന്ദു മാത്രമല്ലേ കഴിക്കുള്ളൂ. ചെറിയ പോലെ അല്ലേ? ചെറിയമ്മ മാത്രം കഴിക്കുള്ളൂ, വേറെ ആരും കഴിക്കില്ല. രണ്ടിന് ജീവനുണ്ട് കേട്ടോ. രണ്ട് നടക്കുന്ന നോക്കി. കക്ക റോസ്റ്റ് വീണ് ചേച്ചി കിട്ടില്ല എന്ന് കംപ്ലൈൻറ്റ് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ വന്ന് വാങ്ങിക്കുന്നത്.